എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു തന്നു. ഒരു നീണ്ട ലിസ്റ്റാണ്. അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി അത് നമ്മുടെ ചാനലിൽ കൂടെയും ഒരു വീഡിയോ ആയി ചെയ്യാം. എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 9 വർഷമായി കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ വികസനത്തിൻ്റെ ഒരു ലിസ്റ്റാണ്. അതിഭയങ്കരമായ വികസനത്തിൻ്റെ ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റ് ഒന്ന് വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരോ ബോധമുള്ളവരെഴുതി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോ അല്ലെങ്കിൽ അത് വാട്സാപ്പിൽ കൂടെ പ്രചരിപ്പിച്ചതോ ആയ ഒരു ലിസ്റ്റാണ്. പക്ഷേ സംഭവം കറക്റ്റാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് സംസ്ഥാനത്ത് നടക്കുന്ന അതിഭയങ്കരമായ വികസനങ്ങൾ, അതിഭയങ്കരമായ വാണിജ്യവൽക്കരണങ്ങൾ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ലിസ്റ്റ് എഴുതിയേക്കുക. ഒന്നാമത്തെ വികസനം പറയുകയാണ്, കറണ്ട് ബില്ല് വികസിപ്പിച്ചു. ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി, തമിഴ്നാട്ടിൽ 500 രൂപ ഉള്ളിടത്ത് ഇവിടെ 2000 രൂപ ബില്ലുണ്ട്. അപ്പോൾ അത് നമുക്കൊരു വലിയ വികസനമായിട്ട് കൂട്ടാം. 500 രൂപ അന്യ സംസ്ഥാനങ്ങളിലുള്ളത് 2000 രൂപയിലേക്ക് കൊണ്ടുവന്ന് വെച്ചതുള്ള ഒരു വലിയ വികസനം. രണ്ടാമത്തെ കാര്യം, പെട്രോൾ സെസ് വികസിപ്പിച്ചു. അത് പിന്നെ കറക്റ്റാണ്. കാരണം മറ്റ് സ്റ്റേറ്റുകളിലേക്കാളും ഏതാണ്ട് ഒരു 10 രൂപ അടുത്ത്, അല്ലെങ്കിൽ ഒരു 6 രൂപയ്ക്ക് മുകളിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഉള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ തന്നെ ഈ ഷിപ്പുകൾ വന്നെടുക്കാൻ ഇത്രയും സൗകര്യമുള്ള ഈ സംസ്ഥാനത്ത് ഇത്രയും ഇന്ധന വിലയിൽ വർധന അല്ലെങ്കിൽ അത്രയും വലിയ ഒരു വികസനം സംസ്ഥാനത്ത് നടന്നു. വീട്ടുകരങ്ങൾ ഭയങ്കരമായിട്ട് വികസിപ്പിച്ചു. വെള്ളത്തിൻ്റെ കരം ഭയങ്കരമായിട്ട് വികസിപ്പിച്ചു. കെട്ടിടം പണിക്ക് പണ്ടൊക്കെ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിന് പെർമിറ്റ് എടുക്കണമായിരുന്നെങ്കിൽ അതിന് ഒരു 3000 രൂപ മതിയായിരുന്നു. അത് ഈ അടുത്ത കാലത്ത് ഒരു വലിയ വികസനം വന്നപ്പോൾ 1 ലക്ഷം രൂപയിലോട്ട് അത് അടുപ്പിച്ച് വെച്ചു. 1 ലക്ഷം രൂപ അടുത്ത്. പിന്നെ അതിനകത്ത് ഒരു ശകലം കുറച്ച് കൊടുക്കാം എന്ന് പറയപ്പെടുന്നു. പക്ഷേ കുറയ്ക്കാമെന്ന് പറഞ്ഞവർക്ക് ആർക്കും പൈസ കിട്ടിയിട്ടില്ലെന്ന് അവർ പറയുന്നത്. അങ്ങനെ വലിയൊരു വികസനം ഈ കെട്ടിടം പണിക്ക് അല്ലെ വീട് പണിക്ക് പെർമിറ്റ് ഫീസിനകത്തൊരു വലിയ വികസനം ഉണ്ടായി. രജിസ്ട്രേഷൻ ഫീസ്, ആധാരങ്ങൾക്കെല്ലാം അടിസ്ഥാന വില വികസിപ്പിച്ചു. ആ രജിസ്ട്രേഷന് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ 2-3% ഉള്ളപ്പോൾ ഇവിടെ 10% വരെ അങ്ങോട്ട് വികസിപ്പിച്ചു. രജിസ്ട്രേഷൻ ഫീസ് ഭയങ്കര വികസനം. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് പണി ഉണ്ടായിരുന്നവർക്ക് പോലും കൂലിപ്പണി പോലും ഇല്ലാത്ത വിധത്തിൽ വലിയ വികസനം തൊഴിൽ മേഖലയിലുണ്ടായി. തൊഴിലില്ലായ്മ വലിയ വികസനം ഉണ്ടായി. പൊതുക്കടം, ഇതിനു മുമ്പ് ഭരിച്ചവരെല്ലാവരും കൂടെ കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിരുന്ന 1.5 ലക്ഷം കോടി ഈ കണക്ക് അയച്ചു തന്നേക്കനകത്ത് 9 ലക്ഷം കോടിയിലേക്ക് വികസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് സത്യമാണോ എന്ന് അറിയത്തില്ല. ഏതായാലും ഈ 10 വർഷം കൊണ്ട് ഏതാണ്ട് അതൊരു 7 ലക്ഷം കോടിയിലേക്ക് വരും എന്ന് പറഞ്ഞാൽ 1.5 പോയിട്ട് ബാക്കി 5.5 ലക്ഷം കോടി ഈ 9 വർഷം കൊണ്ടല്ലേ 10 വർഷം കൊണ്ട് വികസിപ്പിക്കും. വലിയ വികസനമാണ് നമ്മുടെ നാട്ടിൽ. ബിവറേജ്, ബാറ് തുടങ്ങിയവ എണ്ണത്തിൽ വലിയ വികസനം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ അടിച്ച് പാമ്പായിട്ട് നടക്കട്ടെ, അതിനുള്ള സംവിധാനം, വലിയ വികസനം. കുടിയന്മാരുടെ എണ്ണത്തിൽ വലിയ വികസനം, കുടിക്കുന്നതിൻ്റെ അളവിൽ വലിയ വികസനം, ഓരോ കുടുംബങ്ങളിലെയും ദാരിദ്ര്യത്തിൽ വലിയ വികസനം. കാരണം ഒടുക്കത്തെ നികുതി കയറ്റി വെച്ചിരിക്കുകയല്ലേ. മദ്യത്തിൻ്റെ വില ക്രമാതീതമായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ ഒരുത്തൻ്റെ വീട്ടിലോട്ട് 5 പൈസ ചെല്ലുകയല്ല, കിട്ടുന്നത് കുടിക്കുക, സംസ്ഥാന വികസനം എന്നും പറഞ്ഞാൽ റോഡിൽ കിടക്കുക. റോഡിൽ കിടന്നാലും നേരെ നിൽക്കുവാനേ അവനെ ഊതിച്ച് അവനെ കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ പേരിൽ പിന്നെ കേസായി, പിന്നെ അതിന് വരുമാനമായി, അവസാനം അവനെ കൊണ്ട് വഴിയിലിട്ടാൽ അവിടെയും കിടന്നോളും. അപ്പോഴും സംസ്ഥാനത്തിൻ്റെ വരുമാനം വികസിച്ചു. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് അതിഭയങ്കരമായി വില വികസിപ്പിച്ചു. ഭരണ നേട്ടങ്ങൾ പറയുക, സപ്ലൈകോയുടെ ലിസ്റ്റിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇല്ലാത്ത സാധനങ്ങളേ ഉള്ളൂ അവിടെ. ആ ലിസ്റ്റ് അങ്ങ് വികസിപ്പിച്ചു. നാട്ടിലെ വികസനം കാരണം ഇവിടെ ചെറുപ്പക്കാർക്ക് നിൽക്കാൻ മേലാഞ്ഞിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം തെണ്ടി തിരിഞ്ഞ് മറ്റ് സ്റ്റേറ്റുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോവുക, സായിപ്പിൻ്റെ കുണ്ടി കഴുകാനും. അതുപോലെ വലിയൊരു വികസനം. ചെറുപ്പക്കാരെ മുഴുവൻ ഇവിടുന്ന് കയറ്റി വിടുന്ന വലിയ വികസനം. മയക്കുമരുന്ന് ഉപയോഗക്കാരുടെ അടിമകളുടെ ക്രമാതീതമായ വികസനം, എണ്ണത്തിൽ ഭയങ്കര വികസനം. ബലാത്സംഗം, അക്രമം, അടിപിടി, കൊലപാതകം, സകലമാന കേസുകളും വലിയ തോതിൽ വികസിച്ചു. പിന്നെ കേരളത്തിലെ കോളേജുകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ 40% വികസിച്ചു. പഠിക്കാൻ പിള്ളേരില്ല, 40% അത് വികസിച്ചു. ഭരണവർഗത്തിൻ്റെ 15 ലക്ഷത്തിൻ്റെ ശമ്പളം, പെൻഷൻ, ആനുകൂല്യങ്ങൾ അത് വികസിപ്പിച്ചു. ഇനിയിപ്പോൾ ഇറങ്ങുന്നതിനിപ്പുറം ഇനിയും വികസിപ്പിക്കും. ചോദിക്കാൻ ആരുണ്ടടാന്നാണ് ചോദിക്കുന്നത്. ഭയങ്കര വികസനം. ഏറ്റവും രസകരമായിട്ട് തോന്നിയത്, മാസം 25 രൂപ വീട്ടുകാരൻ 50 രൂപ
ഈ പ്ലാസ്റ്റിക് കൊണ്ടുവന്നവർക്ക് ഹരിതകർമ്മ സേനയ്ക്ക് വികസിപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ വർഷം 300 രൂപ വീട്ടുകാരെ അടയ്ക്കുന്നവൻ അതിൻ്റെ ഇരട്ടി രൂപ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കണമെന്ന് പറയുമ്പം ആ 300 രൂപ വീട്ടുകരം 900 രൂപയായി വികസിപ്പിച്ചു. വലിയൊരു വികസനം. നോക്കുകൂലി സജീവമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു സ്ഥലമായി സംസ്ഥാനം വികസിച്ചു. വലിയ വികസനം. സഹകരണ ബാങ്കുകളും അമ്പലങ്ങളും കക്കാവുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും കൊള്ളയടിച്ച് ഇതിൻ്റെ പുറകെ നിൽക്കുന്നവരങ്ങ് വികസിച്ചു. ഇതുപോലത്തെ വികസനങ്ങൾ ആണ് നമുക്കിതിനകത്ത് മനസ്സിലാകുന്നത്. എന്നിട്ട് മരമണ്ടന്മാർക്ക് ക്ലാസ് എന്നതാ? ഈയൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞല്ലേ, വിഘടനവാദികളും പ്രതികൃതിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇലക്ഷന് തോറ്റതെന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാണ് താത്വികമായ അവലോകനം. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനിതൊന്ന് പഠിച്ചെടുക്കാൻ ഒത്തിരി സമയം വേണ്ടി വന്നു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അതുമില്ല. ഇത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറഞ്ഞു കൊടുത്തു. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു, അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. മനസ്സിലായില്ല, മനസ്സിലാകുന്ന പോലെ പറയാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞെന്നറിയോ, വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താഗതികളും റാഡിക്കലായ ഒരു മാറ്റവും അല്ല. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. ജനം പൊറുതി മുട്ടിയിട്ട് വോട്ട് ചെയ്യാഞ്ഞോട്ട് അത് തോറ്റു പോയെന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കൂടെ ഞാൻ കുറേ കാലം ഈ ലേബർ കോൺട്രാക്റ്റുകളെടുത്ത് ചെയ്തതാണ്, വർഷങ്ങളോളം, 10-35 വർഷം. അപ്പോൾ എൻ്റെ കൂടെ ഈ മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിൽ വരുന്ന സമയത്തിന് മുമ്പ് തന്നെ ഭായിമാരുണ്ട്. ഈ മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉജ്ജൽ എന്ന് പറഞ്ഞൊരു ഭായി ഉണ്ടായിരുന്നു. ഉജ്ജൽ അന്ന് അവിടുത്തെ DYFIയുടെ ഒരു നേതാവായിരുന്നു. ഉജ്ജൽ 3.5 വർഷമാണ് തിരിച്ച് ബംഗാളിലോട്ട് പോകാതെ നാട്ടിൽ നിന്നത്. ഞാൻ ചോദിച്ചു, ഉജ്ജലെ എന്നാ പോകാത്തേ? അപ്പോൾ ഉജ്ജൽ ചോദിച്ചു, സേട്ടാ അവിടെ ചെന്നിറങ്ങിയ രാവിലെ അടി, ഉച്ചയ്ക്കടി, വൈകിട്ടടി, വീട്ടിലടി, പിറ്റേ ദിവസം രാവിലെ അടി, അടി കൊണ്ട് ഞാൻ മടുത്തു. 3.5 വർഷം ഇവൻ തിരിച്ച് ബംഗാളിൽ പോയില്ല. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ ഒന്ന് പോയിട്ട് 5 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? സേട്ടാ ചെന്നതേ അടിക്കാൻ ഓടിച്ച്, ഞാൻ ഉടനെ തിരിച്ചു പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവൻ 2 വർഷം കഴിഞ്ഞാൽ പോയത്. ഞാൻ ഈ കേരളത്തിലെ പൊതുജനത്തോട് പറയുക, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനവും ഈ LDFന് തന്നെ വോട്ട് ചെയ്യണം, അവരെ അധികാരത്തിൽ കൊണ്ടുവരണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ കയറിയ പരത്തെറി തന്നെയാണ് വിളിക്കുന്നത്. ചുമ്മാ എന്ന ഭാഷയൊക്കെയാണ് മനുഷ്യൻ വിളിക്കുന്നത്. മനുഷ്യൻ അതുപോലെ പൊറുതി മുട്ടി. ഞാൻ പറഞ്ഞു, ഒന്നും കൂടി ഇവർ വരണം, എല്ലാ പാർട്ടിയും കൂടെ കൂടി ചെയ്യിപ്പിക്കണം. കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ അവന്മാരെ നിക്കറിടാൻ ഇവർ സമ്മതിക്കല. ഏറും പിടുത്തവും വഴിനീളം മനുഷ്യച്ചങ്ങലയും കോപ്പും കുടച്ചക്കറുമായിട്ട് ചെവിതല കേൾപ്പിക്കല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ അധികാരത്തിൽ വരുത്തരുത്. എല്ലാവരും കൂടെ കൂടി ഇവന്മാരെ ഒന്നുകൂടെ കയറ്റണം. ഈ ഉജ്ജൽ പറഞ്ഞ കാര്യം ഇവിടെ ഉണ്ടാകും. മനുഷ്യൻ പൊറുതി മുട്ടി കഴിയുമ്പോൾ പൊതിര തല്ല് വെച്ച് കൊടുക്കും. ഈ പൊതിര തല്ല് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നാലേ ഈ നാട് നന്നാവുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി അവസരം കൊടുക്കണം. പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം. വിദ്യാഭ്യാസ മന്ത്രി ഇത് തന്നെ വേണം, ഇത്ര സ്റ്റാൻഡേർഡ് മനുഷ്യനല്ലേ. ആരോഗ്യമന്ത്രി ഇവർ തന്നെ വേണം. ഭക്ഷ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്ന് തീർക്കുന്നെന്ന വിചാരം, അയാൾ തന്നെ വരട്ടെ. എല്ലാ ഈ പ്രാവശ്യത്തെ തന്നെ സാധനങ്ങൾ വേണം. ഇത് തന്നെ വകുപ്പ് 5 വർഷം അങ്ങോട്ട് കൊടുക്കണം. കേരള ജനം മറ്റൊരു ഉജ്ജലുമാരായി മാറും. അതുകൊണ്ട് താത്വികമായ അവലോകനങ്ങൾ ചിന്തിക്കുന്ന സകല അടിമകളോടും ഇവിടെയുള്ള സകല പൊതുജനത്തോടും പറയട്ടെ, എല്ലാവരുടെ കൂടെ ഇവർക്ക് തന്നെ വോട്ട് ചെയ്ത് ഒന്നും കൂടി ഇവരെ ജയിപ്പിക്കണം. നല്ലൊരു ശതമാനം മലയാളി ആത്മഹത്യ ചെയ്തു പോകും. ബാക്കി കുറേയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പൊതിര തല്ല് നടക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു വാർഡിൽ 1000 ആൾക്കാരുണ്ടെങ്കിൽ, പഞ്ചായത്തിൽ ഒരു വാർഡിൽ 1000 പൊതുജനം ഉണ്ടെങ്കിൽ 25 പേർക്ക് താഴെയാണ് സജീവ രാഷ്ട്രീയക്കാർ. പൊതിര തല്ലും ജനം. ഗതി കെട്ട് കഴിഞ്ഞാൽ ജനം ചെയ്യും. അത് അടുത്ത 5 വർഷം കൂടെ കാണാൻ, അല്ലെങ്കിൽ അടുത്ത ഒരു ഭരണകാലം കൂടെ കാണാൻ അത് ഇവർ തന്നെ ആണെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കുന്ന രംഗങ്ങൾ നമുക്ക് ജീവിച്ചിരിക്കാൻ ഒത്തെങ്കിൽ കാണാൻ പറ്റും എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വികസനങ്ങളെക്കുറിച്ച് അങ്ങ് പറഞ്ഞ്, വികസനങ്ങൾ ഇതുപോലെ വികസനങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ളതിനെ ഒരിക്കൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.